IPL മാച്ച് നമ്പർ 19 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ മൂന്നാം വിജയം ഗുജറാത്ത് നേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഗുജറാത്ത് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ ഓവറിൽ തന്നെ ഹെഡിനെ പുറത്താക്കി മികച്ച സ്റ്റാർട്ടായിരുന്നു സിറാജ് GTക്ക് കൊടുത്തത്. നോർമലി കാണുന്ന ഒരു ബാറ്റിംഗ് ട്രാക്ക് അല്ലായിരുന്നു ഹൈദരാബാദിൽ ഇന്നലെ കണ്ടത്. പന്ത് ചെറുതായി പിച്ചിൽ ഹോൾഡ് ചെയ്തപ്പോൾ അഭിഷേകിനെയും സിറാജ് പവർ പ്ലേയിൽ തന്നെ മടക്കി 45-2 എന്ന നിലയിലേക്ക് ഹൈദരാബാദിനെ തള്ളിയിട്ടിരുന്നു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴാൻ തുടങ്ങിയതോടെ സ്കോറിംഗ് റേറ്റ് ഉയർത്തുക എന്നത് ഹൈദരാബാദിനെ സംബന്ധിച്ച് ഇമ്പോസിബിളായി മാറി. ലാസ്റ്റ് ഓവറിൽ ഇശാന്ത് 17 വഴങ്ങിയതുകൊണ്ടാണ് 150 പോലും SRH കടന്നത്. സിറാജ് IPLലെ തന്നെ തന്റെ ബെസ്റ്റ് സ്പെൽ എറിഞ്ഞപ്പോൾ 17 റൺസ് വഴങ്ങി 4 വിക്കറ്റായിരുന്നു താരം എടുത്തത്. ചാമ്പ്യൻസ് ട്രോഫി സ്നബ് സിറാജ് പേഴ്സണലായി എടുത്ത് ബൌളിംഗ് നടത്തുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ 3 മത്സരത്തിലും കാണപ്പെടുന്നത്. പ്രസിദ്ധ് കൃഷ്ണ, സായ് കിഷോർ തുടങ്ങിയവരും കഴിഞ്ഞ മത്സരങ്ങളിലെ അതേ ഫോം തുടർന്നിരുന്നു. SRHനെ നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ബാറ്റിംഗ് ആയിരിക്കുമ്പോൾ ബൌളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് ഹോം ഗ്രൗണ്ടിൽ GTയെ പോലെ ഒരു ബൌളിംഗിനെതിരെ തിരഞ്ഞെടുത്തത് വളരെ സ്റ്റുപ്പിഡായി തന്നെ തോന്നിയിരുന്നു. ഓൾറെഡി SRHന്റെ ബാറ്റിംഗ് ലൈനിപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന കാര്യം പോലും അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് തോന്നുന്നില്ല. കൂടാതെ വിക്കറ്റ് വീണുകൊണ്ടിരുന്നപ്പോൾ ഇമ്പാക്ട് സബായി ഒരു സ്പിന്നറെ കൊണ്ടുവരാതെ പേസറായ സിമർജിത്തിനെ കൂടി കൊണ്ടുവന്ന് ഒരു വലിയ ടാക്ടിക്കൽ മിസ്റ്റേക്കും SRH ആദ്യ ഇന്നിംഗ്സിൽ നടത്തി. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഷാമിയും കമ്മിൻസും വളരെ മികച്ച സ്റ്റാർട്ടായിരുന്നു SRHന് കൊടുത്തത്. ബാക്ക് ഓഫ് ലെങ്ത് ഡെലിവറികൾ രണ്ടുപേരും എറിയാൻ തുടങ്ങിയതോടെ സുദർശൻ, ബട്ട്ലർ തുടങ്ങി രണ്ടുപേരെയും പുറത്താക്കി 4 ഓവറിൽ 17-2 എന്ന നിലയിലേക്ക് GT എത്തിയിരുന്നു. അടുത്ത ഓവറിൽ ഷാമിക്കെതിരെ 2 ബൗണ്ടറി ഗിൽ നേടി ടീം ടോട്ടൽ 28ലേക്ക് GT എത്തിച്ചു. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവർ സിമർജിത്തിന് കൊടുത്തത് ഒരു വലിയ മണ്ടത്തരമായി മാറുകയാണ് ചെയ്തത്. കാരണം ഓൾറെഡി ഈ സീസണിൽ 14 എക്കോണമിയുള്ള സിമർജിത്ത് 20 റൺസ് ആ ഓവറിൽ കൊടുത്തതോടെ ഒരു കംപ്ലീറ്റ് മൊമെന്റം ഷിഫ്റ്റ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. പിന്നീട് ഗെയിമിൽ ഒരു രീതിയിലും പിടിമുറുക്കാൻ SRHന് സാധിച്ചില്ല. കഴിഞ്ഞ 3 മത്സരങ്ങളിലും 4-ാമനായ റദർഫോർഡിനെ ഇറക്കിയ GT ഇന്നലെ പെട്ടെന്ന് 2 വിക്കറ്റ് പോയപ്പോൾ വാഷിംഗ്ടൺ സുന്ദറെ ഇറക്കിയത് ഗംഭീരമായി തോന്നിയിരുന്നു. ഗിൽ ഇന്നിംഗ്സ് ആങ്കർ ചെയ്തപ്പോൾ സുന്ദർ അറ്റാക്ക് ചെയ്ത് 28 പന്തിൽ 49 നേടി ഗെയിം GTയുടെ കയ്യിലേക്ക് എത്തിച്ചു. 13-ാം ഓവർ ആയപ്പോൾ തന്നെ ഷാമി ബോൾ ഔട്ട് ആവുകയും കമ്മിൻസിന് 1 ഓവർ മാത്രം ശേഷിക്കുകയും ചെയ്തതോടെ പിന്നെ കളി ജസ്റ്റ് ചടങ്ങായി മാത്രം മാറി. അഭിഷേകിനെതിരെ 18-ഉം അൻസാരിക്കെതിരെ 12-ഉം അടിച്ച് പെട്ടെന്ന് തന്നെ ഗെയിം ഫിനിഷ് ചെയ്യാൻ ഗുജറാത്തിന് സാധിച്ചു. ബേസിക്കലി ഷാമിയും കമ്മിൻസും അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ബോളർ പോലും SRHൽ ഇല്ല എന്ന കാര്യം കൂടി ഈ മത്സരം എടുത്തു കാണിച്ചിരുന്നു. സ്ട്രാറ്റജിക്കലിയും ടാക്ടിക്കലിയും SRH കാണിച്ച മണ്ടത്തരങ്ങളാണ് ഇന്നലെ അവരെ ചതിച്ചത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ SRH 152 എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 17-ാം ഓവറിൽ GT മത്സരം ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. സിറാജാണ് കളിയിലെ താരം.